ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് 1924 മാക്സ് ബോണാണ് ടേം കോയിൻ ചെയ്തത്. ഇതിൻ്റെ ഫൈൻഡിങ് റൂദർഫോർഡാണ് പറയുമെങ്കിലും ശരിക്കും 1900 മാക്സ് പ്ലാങ്ക് ആണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ നടത്തുമ്പോൾ എനർജി ഡിസ്ക്രീറ്റ് ക്വാണ്ടായിട്ട് റിലീസ് ചെയ്യുന്ന പറഞ്ഞ ടേം ഉപയോഗിച്ചത് അങ്ങനെയാണ്. മാക്സ് പ്ലാങ്ക് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഐൻസ്റ്റൈൻ ഫോട്ടോയിൽ എഫക്റ്റിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ എംപിറിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ഉണ്ടാക്കിയത് മാക്സ് പ്ലാങ്ക് തന്നെയാണ്. ബൊഹർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് കുറേ ബൊഹർ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബോർ പറഞ്ഞ ഫിക്സഡ് ഓർബിറ്റ് ഫിക്സഡ് അല്ല എന്ന് പറഞ്ഞത് ഹൈസൻബർഗാണ്. ഏറ്റവും മേജർ കോൺട്രിബ്യൂഷൻ വരുത്തിയത് ഹൈസൻബർഗാണ്. ഹൈസൻബർഗ് അത് കൊണ്ടുവന്നത് ഹെൽഗോലാൻഡിൽ വെച്ചാണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യും പ്ലാങ്ക് കോൺസ്റ്റൻറ്റ്. പിന്നെയുള്ള സ്ക്രോഡിഞ്ചറാണ് വേവ് മെക്കാനിക്സ് കൊണ്ടുവന്നത്. സ്ക്രോഡിഞ്ചർ ഇക്വേഷനുകളുണ്ട്, അതെല്ലാം പഠിക്കുന്ന കാലത്ത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഹൈസൻബർഗിൻ്റെ മെട്രിക്സ് മെക്കാനിക്സാണ്. അതുവരെ ഉണ്ടായിരുന്ന ഒരു ക്ലാസിക്കൽ ഫിസിക്സിലെ ക്ലാസിക്കൽ തോട്ട് ഓഫ് മറ്റേ ന്യൂട്ടൻ്റെ ഒരു ചേഞ്ച് വന്നതാണ് ക്വാണ്ടം ഫിസിക്സ്. റെവല്യൂഷനിൽ കണ്ടുപിടുത്തമാണ്. പക്ഷേ ഇതിനോട് ഒരു ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഐൻസ്റ്റൈൻ അപ്രോച്ച് ചെയ്തത്. ഐൻസ്റ്റൈനെ പോലെ നമ്മൾ ഫിലോസഫിക്കൽ ഡിബേറ്റിലുണ്ടായിട്ടുണ്ട്. ഐൻസ്റ്റൈൻ്റെ ഫൈൻഡിങ് ഫോൾസായിട്ട് അവസരം വന്നത്. ഐൻസ്റ്റൈൻ ഈ അൺസർട്ടനിറ്റിക്കെതിരെ ഗോഡ് വിൽ നോട്ട് പ്ലേ ഡൈസ് എന്ന് പറഞ്ഞാൽ അത് ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അതുകൊണ്ട് പുള്ളി ഹിഡൻ വേരിയബിൾ കുറിച്ച് പറഞ്ഞത് EPR പാരഡോക്സ് മറ്റല്ല തോട്ട് എക്സ്പെരിമെൻറ്റിലൂടെ. അതുകൊണ്ട് ഹൈസൻബർഗിൻ്റെ തിയറി കംപ്ലീറ്റ് അല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഫൈനലി ക്വാണ്ടം എൻറ്റാൻമെൻറ്റും ഐൻസ്റ്റൈൻ എതിരായി സ്പൂക്കി ആക്ഷൻ എന്ന് പറഞ്ഞ അവസാനം ബെല്ലിൻ്റെക്കാൽ തിയറി പ്രൂവ് ചെയ്തപ്പോഴാണ് എംപിറിക്കൽ എവിഡൻസ് കിട്ടിയപ്പോഴാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞത്. മറ്റേ ഇൻ്റർപ്രിട്ടേഷനാണ് കോപ്പൻഹാഗൻ ഇൻ്റർപ്രിട്ടേഷൻ, ബൊഹർ, സ്ക്രോഡിഞ്ചർ, ഹൈസൻബർഗ്. ബെല്ലിൻ്റെക്കാൽ തിയറി പറയുന്നത് പ്രോബബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത് പ്രൂവ് ചെയ്യാൻ തീരം ഇല്ലെന്നാണ്. ഉണ്ടെന്നാണ് വയലേഷന് പോകുന്നത്. എംപിറിക്കൽ എവിഡൻസ് തന്നെ ഉണ്ട്. ഐൻസ്റ്റൈൻ പറഞ്ഞത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഐൻസ്റ്റൈനെക്കാട്ടൊരു റെവല്യൂഷൻ ഫൈൻഡ് കണ്ടുപിടിച്ച മാക്സ് പ്ലാങ്കാണ്. മാക്സ് പ്ലാങ്കിന് അതിന് അംഗീകാരം കിട്ടിയില്ല. ഏറ്റവും ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കിയത് ഹൈസൻബർഗാണ്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, വളരെയധികം ഇത് വരും. സബാറ്ററി ഫിസിക്സാണ് ആറ്റത്തിനെക്കാളും സൈസുള്ള ആ ലെവലിൽ. അതർ പ്രോപ്പർട്ടീസ് ക്ലാസിക്കൽ ലെവലിന് വ്യത്യസ്തമാണ്. തിയറി റിലേറ്റീവ്ലിയല്ല ക്ലാസിക്കൽ ഫിസിക്സിൽ വരുന്നതാണ്. ഈ ന്യൂട്ടൻ്റെ കാലത്ത് എന്തുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് അല്ല, കാരണം അന്ന് ടെക്നോളജി ഇല്ല. അതുകൊണ്ടാണ് ലാർജർ വേൾഡ് ആണല്ലോ ക്ലാസിക്കൽ. ഇല്ലെങ്കിൽ മൈന്യൂട്ട് വേണമെങ്കിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം. പിന്നെ അൺസർട്ടൻ പ്രിൻസിപ്പിൾ കാര്യം പറയുകയാണെങ്കിൽ അത് ടൂളിൽ ടെക്നോളജിയുടെ കുഴപ്പമല്ല. ഹ്യൂമൻ ലിമിറ്റേഷനാണ് നമുക്ക് ടെക്നോളജി ഓവർകം ചെയ്യാൻ. ഹ്യൂമൻ ലിമിറ്റേഷൻ അല്ല, നേച്ചറിൻ്റെ ലിമിറ്റേഷനാണ്. അതായത് ഒരു പ്രോസസ്സ് ഉണ്ടാകുമ്പോൾ റിയൽ ടൈം കമ്പ്യൂട്ടർ പറയുന്ന പോലെ ഒരു മിനിമം ടൈമിൽ മിനിമം എനർജി റിലീസ് വരും. അതുകൊണ്ടാണ് സെയിം ടൈം മെഷർ ചെയ്യാൻ പറ്റാത്തത്. അതൊരു നേച്ചറിൻ്റെ ലിമിറ്റേഷനാണ്. ഫിലോസഫിയിൽ എപ്പോഴും വയ്യ ചോദിക്കാം, പക്ഷേ സയൻസിൽ ഹൗ ആണ്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്തുകൊണ്ട് പെർഫെക്റ്റ് ചോദിക്കുന്ന അർത്ഥമില്ല. പ്രോപ്പർട്ടിയാണ്, പ്രോപ്പർട്ടീസ് ലൈക്ക് ദാറ്റ്. അത് വയ്യ ചോദിക്കുന്ന അർത്ഥമില്ല. അപ്പോൾ നേച്ചറിൻ്റെ ലിമിറ്റേഷനാണ്. എന്തായാലും ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം ഫിസിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ തന്നു കണ്ടു.